അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്രയാണ് കേട്ടോ. ചെറിയൊരു വലിയൊരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഇടുക്കി വരെ വന്നിട്ട് നമ്മളിവിടെ കറങ്ങാതെ പിന്നെ എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വട്ടവട പോവാണ് കേട്ടോ. വട്ടവട പോകാനായിട്ട് നമ്മളിതാ രാവിലെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നാലേ നമുക്ക് എങ്ങനെയായാലും ഒരു 1 മണി 2 മണിയെങ്കിലും ആകുമ്പോൾ അവിടെ എത്താം. കാരണം ഒരു 3-4 മണിക്കൂർ, എനിക്കൊരു 4.5 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് വട്ടവട പോകാനായിട്ട്. നമ്മളൊരു 3 മണിക്കൂറൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ 4 ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് 4.5 മണിക്കൂറായിട്ട് നമ്മൾ വട്ടവട എത്തിയിട്ട് ഇന്ന് സത്യത്തിലുള്ള യാത്രയെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം, എങ്ങനെ ഇതാകുന്നത്, ഇങ്ങനെ ആയി പോവും, ഇത്ര സസ്പെൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തോന്നാണ് സസ്പെൻസ് എന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം ഞാൻ അത് പറഞ്ഞുതരാം. അങ്ങനെ ഇതാ ഉള്ള കാടുകൾ മൊത്തം നമ്മളിതാ ഈ കാടുകളെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ ഫസ്റ്റ് മൂന്നാർ എത്താനായിട്ട്. അപ്പം നമ്മളിവിടെ നിന്ന് മറയൂരിൽ നിന്ന് മൂന്നാർ 1.5 മണിക്കൂറുണ്ട്. അപ്പം നമ്മൾ പോകുന്ന അവിടെ മൊത്തം ഫസ്റ്റ് ഫോറസ്റ്റ് ആയിരുന്നു. ഇവിടെ തന്നെ ഫോറസ്റ്റിൻ്റെ തന്നെ കാപ്പിത്തോട്ടമുണ്ട് കേട്ടോ. അപ്പം കുറേ നേരമൊക്കെ അതാണ് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഏക്കറൊന്നുമില്ല, അതിൽ കൂടുതൽ ഇങ്ങനെ കാപ്പിത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് നേരം കണ്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഒരേ കാഴ്ച തന്നെ കണ്ണിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. ഇതൊന്നും ഒരു മടുപ്പുമല്ല മക്കളെ, ഇനി മടുക്കാൻ അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളെന്നുള്ള കാഴ്ച ഞാൻ പിന്നെയാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും നമ്മൾ KSRTC ബസ്സിനൊപ്പം നമ്മളും പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു അരുവി കണക്കൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കണ്ട ഡാമായിട്ട് നമുക്ക് തോന്നിക്കും, പക്ഷേ ഡാമല്ല. എന്തായാലും അത് പൊക്കോണ്ടിരിക്കുക. ഇവിടം തൊട്ട് അങ്ങോട്ട് തേയില തുടങ്ങാനായിട്ട്. ഇത് മൂന്നാർ ഒന്നും എത്തിയിട്ടില്ല, മറയൂരിൻ്റെ കുറച്ച് മറയൂർ നമ്മൾ അവിടെ നിന്ന് കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടം തൊട്ടപ്പം തേയില അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. തേയില ഇനി അങ്ങോട്ട് ഒരു മൂന്നാറല്ല, നമ്മൾ പോകുന്ന വട്ടവട അടുപ്പിച്ച് വരെയും തേയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് നേരെ ഫസ്റ്റ് നമ്മൾ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള ഡാം വഴിയൊക്കെയാണ് നമുക്ക് നേരെ വട്ടവട എത്താനുള്ളത്. അപ്പം പോകുന്ന വഴിയിൽ തന്നെ ഈ തേയില നുള്ളുന്ന അവരെയൊക്കെ കണ്ടു കേട്ടോ. ഈ തേയില നുള്ളത് നല്ല കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു സൂപ്പർ കാര്യമാണ് കേട്ടോ. കാരണം അവരൊരു പ്രത്യേക തരം മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത് അത് കാണാൻ സത്യം പറഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് തോന്നും. അത് എന്തോ എനിക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്തോ കാണാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന കണക്കൊക്കെ നമുക്ക് തോന്നും. ഇവിടുന്നോട്ടൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ നേരം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അത്ര നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. എല്ലാ സ്ഥലത്തും നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു 4.5 മണിക്കൂറത്തെ യാത്ര ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ എല്ലായിടത്തും നമ്മൾ നിർത്തിയില്ല. പക്ഷെ പോകുന്ന വഴിക്ക് ചില വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളിയാണ്. 2 മലയുടെ ഇടയ്ക്ക് നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റുന്ന അത്ര നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ വട്ടവട പോയിട്ടില്ല. ഇവിടെ മറയൂർ കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും വട്ടവട ഞാൻ കാന്തല്ലൂര് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട്. ഈ വട്ടവട ഞാൻ പോയിട്ടില്ല കേട്ടോ. ഈ മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാമിൻ്റെ ഒക്കെ അതുവരെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഈ വട്ടവട ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ വട്ടവട പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി താറിലാണ് കേട്ടോ പോകുന്നത്. താറിൻ്റെ ഒരു പഴയ മോഡൽ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് കാറ് കൊണ്ടൊന്നും പോകുന്ന അത്ര ഒരു ഇത് ഉള്ള സ്ഥലമല്ല, അതിനൊരു കാരണമുണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ വട്ടവട നല്ല തണുപ്പായിരിക്കും. സാധാരണ സ്വാഭാവികമായിട്ടും എല്ലാ ടൈമും നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി കോട്ടെല്ലാം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പൂട്ടന് മാത്രം അവൻ്റെ കോട്ട് അവന് സൈസ് ആവുന്നില്ല, അതുകൊണ്ട് ഒരു സെക്ടർ വാങ്ങിക്കണം. അപ്പോൾ അങ്ങോട്ട് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തായിട്ടൊക്കെ കുറേ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ പകുതി ദൂരം എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പകുതി ദൂരമൊന്നും ആയില്ല, പകുതിയൊന്നും ആയിട്ടില്ല. മൂന്നാർ എത്താറായിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മൂന്നാർ ഏകദേശം അടുപ്പിച്ചെത്താറായിട്ടുണ്ട്. ഇപ്പം തന്നെ തേയില കണ്ട് ഏകദേശം മടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരേ കാഴ്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ കാഴ്ചയാണ്, വേറെ ഒന്നുമില്ല, തേയില മാത്രം. പക്ഷെ തേയിലയിൽ ചെറിയൊരു ഇതുള്ളതെന്ന് വെച്ചാൽ തേയില കട്ട് ചെയ്തിരിക്കുന്ന ചില സൈഡിൽ കറക്റ്റ് റൗണ്ട്, അതായത് ഒരു മല ഫുള്ള് റൗണ്ടായിരിക്കും. ചില സ്ഥലത്ത് നേരെ താഴോട്ടൊക്കെ ആയിരിക്കും. ചില സ്ഥലത്ത് ഒരു ഷേപ്പും ഇല്ലാതായിരിക്കും, ചില സ്ഥലത്ത് അടിപൊളി ഷേപ്പായിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ സത്യം പറഞ്ഞാൽ തേയിലയ്ക്കുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മരം കൂടിയൊക്കെ നിൽക്കുന്നതാണ്, നല്ല രസമാണ്. വാഗയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിന് മുന്നേ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് മറയൂർ പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ട്രിവാൻഡ്രം
നിന്ന് നേരെ മറയൂരോട്ട് വന്നായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ഒരു പ്ലാനും ഇല്ലാതെ വന്നതാണ്. ആ ഒരു ടൈമിൽ അവിടെ നീലഭാഗം മൂന്നാർ പൂത്തിരിക്കായിരുന്നു കേട്ടോ. കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. ഈ മൂന്നാർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഇതും കൂടി ഉള്ള ഈ നീലഭാഗം പൂക്കുന്ന ആ ഒരു ടൈമിൽ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമ്മൾ ഈ തേയില കണ്ട് കുറച്ചാകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് സ്വാഭാവികമായിട്ട് മടുക്കും. അതുകൊണ്ട് ഈ നീലഭാഗം പൂക്കുന്ന സമയത്തൊക്കെ വരുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. അപ്പം കാണാൻ ഇച്ചിരി ഒരു ബെറ്റർ ആയിരിക്കും. എന്തായാലും പോകുന്ന വഴിയിൽ ആകാശമൊക്കെ കാണാൻ അടിപൊളി. കാരണം നമ്മൾ ടോപ്പിൽ എത്തുന്തോറും കാണാനായിട്ട് അടിപൊളിയാണ്. എനിക്ക് ഈ ടോപ്പിൽ എത്തുന്തോറും എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ മോഹൻലാലിൻ്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, ഈ കണ്ണൻ ദേവൻ തേയിലയുടെ, അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ. കാരണം ഇതൊന്നും ഉയരം കൂടുന്തോറും തേയിലയുടെ ചായയുടെ സ്വാദ് കൂടും. അതാണ് എനിക്ക് ഒറ്റ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഞാൻ സംസാരിച്ച് നമ്മളെ കാര്യത്തിൽ നിന്നും വഴിതെറ്റി പോകുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും തേയില സത്യം പറഞ്ഞാൽ കുറേ വട്ടം വന്നിട്ടുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ തേയില കാണുമ്പോൾ എനിക്ക് ഇത്തിരി സത്യം പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ട് മടുപ്പ് തോന്നി തുടങ്ങി. കാരണം ഈ ഒരേ കാഴ്ചകൾ തന്നെ വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇത്തിരി അങ്ങോട്ട് തോന്നില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ ഒരു തണുത്ത കാറ്റ് ഇങ്ങോട്ട് അടിച്ച് അതിൻ്റെ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. അത്ര നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാർ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ കോട ഉള്ളത് കൊണ്ട് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ചെറിയൊരു മഴ ഒരു ഇതുണ്ട് കേട്ടോ. ഇതാ കറക്റ്റ് മൂന്നാർ എത്തിയപ്പോഴുള്ളതാണ് കേട്ടോ. ഇങ്ങനെ നല്ലൊരു വൈകിട്ട് സമയം എനിക്കൊന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മഞ്ഞുകൊണ്ടിങ്ങി മൂടും. പിന്നെ നമുക്ക് കാണത്തില്ല, ഒന്നും തന്നെ കാണത്തില്ല. വേറെ ഏതെങ്കിലും വണ്ടി ഈ റെഡ് ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വലിയ വണ്ടിയിലേക്ക് റെഡ് ലൈറ്റ് വെച്ചിട്ട് വേണം നമ്മൾ റോഡ് മനസ്സിലാക്കി പോകാൻ. അത്രയ്ക്ക് മഞ്ഞ് മൂടും കേട്ടോ. അങ്ങനെ കറക്റ്റ് മറയൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങാൻ നേരം ഒരു തമിഴ്നാട് ബസ്സിൻ്റെ ബേക്കിലായി പോയായിരുന്നു. ആ ബസ്സാണെങ്കിൽ മുടിഞ്ഞലാകായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ഒട്ടും സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ ബ്രേക്കിൽ കിടന്ന് കുറച്ച് നേരം അങ്ങനെ പോയി കിട്ടി. എന്നിട്ട് എന്തായാലും നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് ഇനി പോകുന്നത്. അടിപൊളി വ്യൂ ആണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ മൂന്നാർ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും വട്ടവട, മാട്ടുപ്പെട്ടി, കുണ്ടള, അതുപോലെ തന്നെ കാന്തല്ലൂര് കാണാനായിട്ട് ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാറിലൊക്കെ പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ ജീപ്പിലൊക്കെ പോകുന്നതായിരിക്കും ചൂടി ബെറ്റർ. അതായത് അപ്പം നമുക്ക് ഓഫ് റോഡൊക്കെ പോയി അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് വരാൻ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ജീപ്പിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഞാൻ കുറേ പേര് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ഈ വട്ടവട പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കുറേ പൈൻ മരങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൈൻ മരം എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു പിന്നെ എനിക്കങ്ങോട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ കണ്ടത് മൊത്തവും ജൂക്കാലി മരങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ അമ്പൂട്ടന് ഇപ്പോൾ ഒരു കോട്ട് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു കോട്ടൊക്കെ മേടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂക്കാലി മരത്തിന് ഇതിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ജൂക്കാലി തൈലം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഈ മരത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ് ഈ പൈൻ മരങ്ങൾ. ഈ വട്ടവട പോകുമ്പോൾ കുറേ പൈൻ മരങ്ങളെ ഇടയിൽ കൂടിയൊക്കെ പോകുന്നത്. സത്യത്തിൽ അത് പൈൻ മരമല്ല, അത് ജൂക്കാലി മരമാണ്. ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് പൈൻ മരമാണ്. ഈ പൈൻ മരം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. ഇനി ഈ ജൂക്കാലി മരത്തിന് തന്നെയാണോ പൈൻ മരം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഇവിടെ അച്ചാമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഇതാണ് ജൂക്കാലി മരം, ഇതെന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഓക്കെ, എനിക്ക് അതേ അറിയാവൂ. അപ്പോൾ വട്ടവട പോകുന്ന മൂന്നാർ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയും പിന്നെയും അങ്ങോട്ട് തേയില തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തേയില കണ്ടിട്ട് എൻ്റെ അച്ചാമ്മയുടെ സംശയം എന്ന് വെച്ചാൽ ഇത്രയും തേയില ഉണ്ടായിട്ടും തേയിലയ്ക്ക് എന്താ ഇത്ര വില? തേയില ഇത്രയും നമുക്ക് രാജ്യത്ത് കൊടുത്താൽ കൂടുതൽ തേയില ഉണ്ടല്ലോ ഇവിടെ, എന്നിട്ട് ഇത്ര വില കുറയാത്ത എന്ത് തേയിലയ്ക്ക് എന്നാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏതെങ്കിലും നല്ലൊരു കൂടിയ ബ്രാൻഡ് കമ്പനിയിലേക്ക് തേയില നമ്മൾ നോക്കുകയാണെങ്കിൽ മുടിഞ്ഞ വിലയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇനി ചായക്ക് അഡിക്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് തേയില ഫാക്ടറിയുടെ മുമ്പ് കൊണ്ടുപോയി നിർത്തിയാൽ മതി. അതിൻ്റെ ഒരു സ്മെല്ല് അങ്ങ് അടിച്ച് കയറുമ്പോഴത്തേക്ക് ഇവർ ചായ കുടിയേ നിന്ന് പോകും. അത്രയ്ക്ക് നല്ല അടിപൊളി നാറ്റമാണ് സത്യത്തിൽ ഈ തേയില ഫാക്ടറിയിലുള്ളത്. കാരണം പുറത്ത് ഇത് ഈ
തേയില ഈ ഇല കൊണ്ടുവന്ന് പുഴുങ്ങിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒരു സ്മെല്ല് വരും. തല അങ്ങ് കറങ്ങിപ്പോകും കേട്ടോ, അത്രയ്ക്ക് ഒരു സ്മെല്ലാണ് അതിന്. എന്തായാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടതാ ഇനി നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ആകാശം കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ വ്യൂ കാണുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് അവിടെ നല്ല തണുപ്പായിരിക്കും. കാരണം ഇവിടെ ഇച്ചിരി നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും വട്ടവട നമ്മൾ നല്ല വ്യൂ ആയിരിക്കും. ഈ രണ്ട് മല, ഇവിടെ രണ്ട് മലയുണ്ട് കേട്ടോ. ആ രണ്ട് മലയുടെ ഇടയ്ക്ക് തമിഴ്നാടാണ് എന്നാണ് പറയുന്നത്. കാണാനായിട്ടും നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് സ്ഥലപ്പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, പോകുന്ന വഴിക്കാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അങ്ങനെ ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങി കുറേ സമയമൊന്നും നിന്നില്ല, കുറച്ച് സമയം, അതൊരു 10-15 മിനിറ്റ് നമ്മളിതാ ഇവിടെ നിന്ന് ഈ രണ്ട് മലയുടെ ഇടയ്ക്കായിട്ട് തമിഴ്നാട് കാണാൻ കേട്ടോ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് എല്ലാവരും പോയി ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ആയിട്ടോ. കാരണം ഞാൻ ഈ സമയത്ത് അമ്പൂട്ടനെ ജീപ്പിൽ നിന്ന് ഞാൻ ഉറക്കുമായിരുന്നു. അമ്മയൊക്കെ അമ്പൂട്ടനെ എടുക്കാൻ എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാൻ തൊട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. സത്യത്തിൽ പക്ഷേ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ചേട്ടനെ മിസ് ചെയ്തിട്ടോ. കാരണം ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്പൂട്ടനെ എടുത്തതിന് അതുപോലെ എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നേനെ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ചേട്ടനെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഫീലായി. എനിക്ക് കണ്ടോളാൻ തോന്നിയതിൽ എൻ്റെ കൂടെ വേണമായിരുന്നെന്ന് തോന്നിയൊരു സമയമായിരുന്നു കേട്ടോ അത്. എന്തായാലും വട്ടവട ആർച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി അടുത്ത് നേരെ വട്ടവട, ഇനി ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. വണ്ടി നേരെ ഇനിയും നേരെ അങ്ങ് വട്ടവട അങ്ങ് കറക്റ്റ് ഈ ഒരു ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റത്തില്ല. കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളും അതുപോലെ സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമെന്നാണ് കേട്ടോ എന്നെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റത്തില്ല. ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെറ്റി കിട്ടും, അതുപോലെ തന്നെ നല്ല വഴക്കൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ആരും വണ്ടി നിർത്താറില്ല. അപ്പം നേരെ ഇനി പോകണം. ഇനിയുള്ള കാഴ്ച ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ഒന്നല്ല നിങ്ങൾക്ക്, ഇനി നിങ്ങൾ നേരിട്ട് കണ്ടറിയേണ്ട ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വോയിസ് ഞാൻ പറയുന്നില്ല, നേരെ നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. വിരിഞ്ഞു കാറ്റാകെ മുളന്നൊരീണമോ, കാറ്റുപോലെന്നെ മൂടണേ വഴിയോര നേരങ്ങളേറണേ, ദൂരങ്ങൾ നിന്നെയും കേടണേ. പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതാണ് പൈൻ മരം എന്ന് എല്ലാവരും ഉദ്ദേശിച്ച ജൂക്കാലി മരം കേട്ടോ.
അതൊക്കെ പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും എന്താ വട്ടവട എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വട്ടവടയിലെ വ്യൂ. ഇതൊന്നുമല്ല മക്കളെ, ഇനി കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളു. നമ്മൾ നേരെ പഴം തോട്ടത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. വട്ടവട കണ്ടിട്ട് നേരെ എനിക്ക് ഈ സ്ട്രോബെറിയൊക്കെ ഇറങ്ങി പറിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനായിട്ട് നല്ല സ്പോട്ടാണ് ഈ പഴത്തോട്ടം. വട്ടവടയിലെ പഴത്തോട്ടം എന്നാണ് പറയുന്നത്. പഴത്തോട്ടം എന്ന് പറഞ്ഞാൽ പഴങ്ങളുള്ള ഒരുപാട് വലിയൊരു തോട്ടം എന്നല്ല. പഴത്തോട്ടം എന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. അത് കുറച്ച് ഓഫ് റോഡാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടല്ല, ചെറിയ ഒരു ഓഫ് റോഡാണെന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്. ഇതാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞത്, കാറിൽ വരരുത്, ജീപ്പിൽ വരുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ എന്ന് പറഞ്ഞത്. കാരണം ഇത് നമ്മൾ അതായത് ജീപ്പിൽ നമുക്ക്, അതായത് നമ്മളെ കൊണ്ട് ടൂറിസ്റ്റിന് കാണാനായിട്ട് ജീപ്പുണ്ട്. ഇത് നമ്മൾ നേരെ ഇവിടെ നമ്മൾ വീട്ടിൽ തൊട്ടടുത്തുള്ള ചേട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ ജീപ്പിൽ അങ്ങനെ നമ്മൾ ജീപ്പ് എടുത്ത് വന്നാൽ അതുകൊണ്ടാണ് ജീപ്പിൽ വരുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞത്. ഓഫ് റോഡെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഓഫ് റോഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇതൊരു ഓഫ് റോഡ് പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഓഫ് റോഡിൻ്റെ ആ ഒരു അനുഭവം എനിക്ക് അറിയത്തുമില്ലായിരുന്നു. ആദ്യമൊക്കെ കയറിയപ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളില്ല, കാരണം കട്ടർ റോഡാണ് എന്നേ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് കുഴപ്പമില്ല പോട്ടെ. കാരണം ഒന്നാമത് നമ്മൾ നോക്കാനുള്ള അമ്പൂട്ടം കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഓഫ് റോഡൊന്നും പോയിക്കൂടാ. അതുകൊണ്ട് ആ ഒരു ഇതിൽ നമ്മൾ ഭയങ്കര ഈ ചെറിയ ഇതാണെങ്കിൽ കുഴപ്പമില്ല. ഈ ആദ്യമൊക്കെ ചെറുതായത് ഇച്ചിരി അങ്ങോട്ടായപ്പോഴത്തേക്ക് ഇച്ചിരി കടുപ്പമുള്ളതായിട്ട് തോന്നി. അപ്പോഴും ഇല്ല, ഇവിടെ മാത്രമേ കാണത്തുള്ളൂ, മേലിലോട്ടൊന്നും വലുതായിട്ട് കാണത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചതാ. പിന്നീടുള്ള അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ചെറിയ മഴയും കൂടി വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ റോഡിനകത്ത് ഓരോ കുളങ്ങളായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് കുളിക്കാൻ വേണമെങ്കിൽ അത്ര മുട്ടം കുഴികളായി തുടങ്ങി. അപ്പോൾ നമ്മൾ പകുതി വെച്ച് വിചാരിച്ചാൽ ഇനി അങ്ങോട്ട് പോക്ക് നടക്കത്തില്ല, കാരണം അമ്പൂട്ടം ഉള്ളതാണ്, കൂടുതലായിട്ട് ഒന്നും പറ്റത്തില്ല. എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യൂ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ പോവാൻ തോന്നും. പക്ഷെ അമ്പൂട്ടൻ്റെ ഇത് വെച്ചിട്ട് ഒരു വിധത്തിൽ നമുക്ക് പോകാൻ തോന്നത്തുമില്ല. അങ്ങനത്തെ ഒരു രണ്ട് മനസ്സിലാണ് കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. അപ്പം ചേട്ടായിക്ക് എന്തായാലും ജസ്റ്റ് ഓഫ് റോഡ് പോകണം എന്നൊരിത് തോര ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി നമ്മൾ ദൂരം പോയതില്ലായിരുന്നെങ്കിൽ ഇതിനൊക്കെ മുന്നേ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേനെ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേനെ. എന്നാലും എനിക്ക് തോന്നും നമ്മളൊരു ആക്കടുത്ത് വഴി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ നമ്മൾ നിർത്തി ചോദിച്ചായിരുന്നു. അപ്പോൾ ഇനി വെറും 4 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ, വലിയ ഓഫ് റോഡൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ശരി, വലിയ ഓഫ് റോഡിലേക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ വന്നതല്ലേ, ശരി നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞങ്ങോട്ട് തിരിച്ച്. എൻ്റെ ഭഗവാനി, നേരത്തെ കണ്ടതിനെക്കാട്ടി മുട്ടം കുഴികളായിരുന്നു. ഞാൻ അപ്പോൾ ആലോചിച്ച് ഈ ഓഫ് റോഡ് പോയിട്ട് വരുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ വന്നിട്ട് അയ്യോ ശരീരം അവിടെ വേദന ഇവിടെ വേദന ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ പൊന്നു ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത് എൻ്റെ പൊന്നു ഈ ഓഫ് റോഡ് അനുഭവിച്ചറിയാവുന്നുള്ള ഒന്ന് തന്നെയാണ്. പിറ്റം നമുക്ക് ഒരിക്കലും നേരെ ചൊവ്വ എണീക്കത്തില്ല, കാരണം ശരീരമൊക്കെ അത്രയ്ക്ക് വേദനയാണ് കേട്ടോ. പറയാതിരിക്കാനും വയ്യ എൻ്റെ പൊന്നെ. ഇതിനെക്കാട്ടി വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. മേലിൽ നിന്നുള്ള വട്ടവട വ്യൂ ആണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ശരീരം ഇത്രയും വേദനിച്ചെങ്കിലും ഇതൊക്കെ നമ്മളിതാ കണ്ടു എന്നുള്ളതാണ് ഇതിനെക്കാട്ടി വലിയ സംഭവം കേട്ടോ. ഇത്രയും ആയപ്പോഴേ സത്യം പറഞ്ഞാൽ അച്ചാമ്മയും അമ്മയൊക്കെ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഈ ഇത്രയും വലിയ കുലുക്കമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുലുങ്ങി. അപ്പോൾ അമ്പൂട്ടൻ്റെ ഒരു പേടി. അച്ചാമ്മ കറക്റ്റ് ഫുൾ സേഫായിട്ട് അമ്പൂട്ടിനെ അത്രയും നേരം വെച്ചെന്ന് അച്ചാമ്മയെ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ മതി ഇനി അങ്ങോട്ട് പോകണ്ടെന്നുള്ളതിൽ നമ്മളിതാ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും വട്ടവട വന്നിട്ട് ഒന്നും ആവാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു. കാരണം അമ്പൂട്ടം ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ ഇനി നടക്കത്തില്ല. കാരണം മൊത്തത്തിൽ ഈ പ്ലാൻ ഫ്ലോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. പഴത്തോട്ടത്തിൽ എത്തിയതുമില്ല, വട്ടവട ഫുള്ള് കാണാനും പറ്റിയില്ല, ഒന്നും ഇതാവാത്തൊരവസ്ഥയായിപ്പോയി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക്. അങ്ങനെ എന്തായാലും നമ്മളിതാ ഇവിടെ വെച്ച് വട്ടവട ഫുള്ള് കണ്ടെത്തില്ല. നമ്മളിതാ ഇവിടെ വെച്ച് ഓഫ് റോഡ് നിർത്തിയിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ശരീരമൊക്കെ വയ്യാത്തവരാണെങ്കിൽ കൂടുതലും വട്ടവട ഓഫ് റോഡ് പോകാത്തതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ സസ്പെൻസ് ഈ ട്രക്കിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും കമൻ്റായിട്ട് എന്നെ അറിയിക്കാം. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.